ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരി ജാഹിലിയത്തിലും ഇസ്ലാമിലും ജീവിച്ച ഒരു മഹാനാണ്. ഉമർ റളിയല്ലാഹു തആലായുടെ ഖിലാഫത്തിൽ ഈ ഹരീം ഇബ്നു ഖുത്ബയോട് ഉമർ അവർ രണ്ടു കൂട്ടരിൽ ആർക്കായിരുന്നു താങ്കൾ വിധിക്കുക, ആരെയാണ് താങ്കൾ അകറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്. ഉമർ ഇത് ചോദിക്കുമ്പോൾ അന്ന് ചരിത്രം സാക്ഷിയായ ഒരു മഹാസംഭവത്തിലേക്കാണ് ഉമർ എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ബനു ആമിർ ഗോത്രത്തിലെ രണ്ട് പ്രമുഖർ, ഒന്ന് ആമിർ ഇബ്നു തുഫൈൽ അൽ ആമിരിയും മറ്റൊന്ന് അൽഖമ ഇബ്നു ഉലാസ അൽ ആമിരിയും. ഇവർ രണ്ടുപേരും മുഖാമുഖം കണ്ടുമുട്ടി ജാഹിലിയത്തിൽ ഒരു സുപ്രധാന വേദിയിൽ. ഈ രണ്ടു കൂട്ടരും ബനു ആമിർ ഗോത്രക്കാരാണ്, പിതൃ സഹോദരങ്ങളുടെ മക്കളാണ്. ആമിറുൽ ആമിരി വല്ലാഹി ല അന അഷ്റഫു മിൻക ഹസബ വ അസ്ബതു മിൻക നസബ വ അത്വലു ഖസബ എന്ന് പെരുമ പറയുകയാണ്. ഞാനാണ് ഏറ്റവും മാന്യമായ തറവാടി, കുലമഹിമ എൻ്റേതാണ് കൂടുതൽ സ്ഥിരപ്പെട്ടത്, ഞാനാണ് മെയ്യൂക്കും കയ്യൂക്കുമുള്ളവൻ എന്നാണ് അതിൻ്റെ പൊരുൾ. അൽഖമ അൽ ആമിരി വിട്ടുകൊടുക്കുന്നില്ല. ഉനാഫിറുഖ് എന്ന് പറഞ്ഞ് ആമിർ ബിൻ തുഫൈലിനോട് കൊമ്പ് കോർക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, പ്രതികരിക്കുന്നത്, വ അന അഷ്റഫു മിൻക ഉമ്മ വ അത്വലു ഖിമ്മ വ അബ്അദു ഹിമ്മ, ഞാനാണ് കൂടുതൽ ആൾബലമുള്ളവൻ, മെയ്യൂക്കും കയ്യൂക്കുമുള്ളവൻ, മനക്കരുത്തും ഉള്ളവൻ. ഇതാണ് പറയുന്നതിൻ്റെ ഉദ്ദേശം. അതോടുകൂടി പിന്നെ അവർക്കിടയിൽ സംസാരം തുടരുകയാണ്. ഇങ്ങനെ പ്രാസമൊപ്പിച്ചും താൻ പോരിമ പറഞ്ഞും അവർ തുടർന്നു. ഇരുപക്ഷത്തും അവരവരുടെ ആളുകൾ തടിച്ചുകൂടി. ഇത്തരം സംസാരങ്ങൾ രക്തച്ചൊരിച്ചിലാണ് അവസാനിക്കുക. രണ്ടാളിൽ തുടങ്ങിയതാണെങ്കിലും രണ്ടു പക്ഷത്തും ഗോത്രങ്ങൾ തടിച്ചുകൂടി പിന്നീട് രക്തസിക്ത താണ്ഡവങ്ങളും രക്തച്ചൊരിച്ചിലുകളുമാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു വിധികർത്താവിനെ നിശ്ചയിച്ച് ഇവർക്കിടയിൽ ആരാണ് പോരിമയും പോരിശയും കൂടുതലുള്ളവൻ എന്ന് വിധിക്കാൻ വിധികർത്താവിനെ അന്വേഷിക്കുകയും അങ്ങനെയാണ് ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരിയുടെ വിധികർത്തൃത്വത്തിന് തയ്യാറാവുകയും ഉണ്ടായത്. ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരി ഈ രണ്ടു പേരിൽ ഒരാൾക്ക് അനുകൂലമായി വിധിച്ചാൽ പിന്നെ അതോടുകൂടി പ്രശ്നം രൂക്ഷമായി, വിഷയം വഷളായി. ഈ പറഞ്ഞ യുദ്ധവും സംഘട്ടനവുമൊക്കെ സംജാതമാവുകയായി. ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരി ബുദ്ധി ഉപയോഗിച്ചു. എന്നിട്ട് രണ്ടാളെയും നിർത്തിയിട്ട് പറഞ്ഞത്, അൻതുമാ കറുകുബതൈ അൽ ബഈർ തഖാനി ഇലൽ അർദി മഅൻ വ തഖൂമാനി മഅൻ എന്നാണ്. ഇരുവരുടെയും സംസാരങ്ങൾ കേട്ടു, തുടർച്ചയായുള്ള വാഗ്വാദങ്ങൾ കേട്ടു. എന്നിട്ട് പറഞ്ഞത്, വിധിച്ചത്, നിങ്ങൾ ഇരുവരും ഒരു ഒട്ടകത്തിൻ്റെ രണ്ട് മുട്ടുകൾ പോലെയാണ്. അവ രണ്ടും ഭൂമിയിലേക്ക് ഒന്നിച്ച് വെക്കുന്നു. ഒട്ടകം അപ്രകാരം ഒന്നിച്ച് ആ മുട്ടിൽ എഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്നാണ് അദ്ദേഹം വിധിച്ചത്. അതോടുകൂടി ഇരുവരും തൃപ്തിപ്പെട്ട് മടങ്ങി. എല്ലാവരും നന്നായി ആ വിധിയിൽ ആസ്വദിച്ചു, എല്ലാവരും ആശ്വസിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ്. ഇതിലേക്ക് ചൂണ്ടിയാണ് ഉമർ ഈ ഹരീം ഇബ്നു ഖുത്ബ അൽ ഫസാരി ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ ചോദിക്കുന്നത്, അയ്യുഹുമ കുൻത മുനഫിറൻ എന്ന്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്കിപ്പുറം ഉമർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഹരീം ഇബ്നു ഖുത്ബ പറയുന്നത്, യാ അമീർ അൽ മുഅ്മിനീൻ ലൗ ഖുൽതുഹൽ ആൻ ലആദത് ജദഅതൻ. അമീറുൽ മുഅ്മിനീൻ, അവർ ഇരുവർക്കുമിടയിൽ ഒരാൾക്ക് അനുകൂലമായി അയാളുടെ പക്ഷം ചേർന്ന് ഞാൻ ഇന്നാണ് വിധിക്കുന്നത് എങ്കിൽ, ആ വിധിക്കപ്പെടുന്നവർ ഇന്നില്ല നിലവിൽ, പക്ഷേ അത് ഇന്നാണ് വിധിക്കുന്നത് എങ്കിൽ അവർ തമ്മിലുണ്ടാകേണ്ടിയിരുന്ന യുദ്ധം, ആ മഹാ ഫിത്ന, അത് ഇന്ന് ഉടലെടുക്കുമായിരുന്നു, അത് ഇന്ന് സംഭവിക്കുമായിരുന്നു എന്നാണ്. അവിടെയാണ് ഉമർ പറയുന്നത്, ഇന്നക ല അഹ്ലുൻ ലിമൗദിഇക മിന റിയാസ, നേതൃപദവിക്ക് താങ്കൾ ഏറ്റവും അർഹനാണ് എന്നത്. ഞാൻ ഈ ഒരു ചരിത്രത്തെ ഇവിടെ ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിയോഗികളായി നിലയുറപ്പിച്ച ആളുകൾ ബധിരരും മൂകരും അന്ധരും ആയിരുന്നില്ല. പ്രത്യുത അവർ കേൾവിയും കാഴ്ചയുമുള്ള, സംസാര ശക്തിയുള്ള കരുത്തർ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. എന്നിട്ടും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിധിച്ചതിൽ, സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ എന്ന് വിശേഷിപ്പിച്ചതിൽ അതിൻ്റെ പൊരുളെന്ത്, അതിൻ്റെ ഉദ്ദേശമെന്ത്, ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ്.